യെശയ്യാ പ്രവാചകന്റെ പുസ്തകം അധ്യായം 23. സോരിനെ കുറിച്ചുള്ള പ്രവാചകം. തർശീശ് കപ്പലുകളെ മുറയിടുവിൻ, ഒരു വീടും ശേഷിക്കാതെ വണ്ണവും പ്രവേശനമില്ലാതെ വണ്ണവും അത് ശൂന്യമായിരിക്കുന്നു. കിത്തീം ദേശത്ത് വെച്ച് അവർക്ക് അറിവ് കിട്ടിയിരിക്കുന്നു. സമുദ്രതീര നിവാസികളെ മിണ്ടാതെയിരിപ്പീൻ. സമുദ്ര സഞ്ചാരം ചെയ്യുന്ന സീദോന്യ വർത്തകന്മാർ നിന്നെ പരിപൂർണയാക്കിയല്ലോ. വലിയ വെള്ളത്തിന്മേൽ സീഹോർ പ്രദേശത്തെ കൃഷിയും നീല നദിയിങ്കിലെ കൊയ്ത്തും അതിന് ആദായമായി വന്നു. അത് ജാതികളുടെ ചന്തയായിരുന്നു. സീദോനെ ലജ്ജിച്ചുകൊള്ളുക, എനിക്ക് നോവു കിട്ടിയിട്ടില്ല, ഞാൻ പ്രസവിച്ചിട്ടില്ല, ബാലന്മാരെ പോറ്റിയിട്ടില്ല, കന്യകമാരെ വളർത്തിയിട്ടുമില്ല എന്ന് സമുദ്ര ദുർഗം തന്നെ പറഞ്ഞിരിക്കുന്നു. സോരിന്റെ വർത്തമാനം മിസ്രൈമിലെത്തുമ്പോൾ അവർ ആ വർത്തമാനത്താൽ ഏറ്റവും വ്യസനിക്കും. തർശീശിലേക്ക് കടന്നു ചെല്ലുവിൻ, സമുദ്രതീര നിവാസികളെ മുറയിടുവിൻ. പുരാതനമായി പണ്ടേയുള്ള ഉല്ലസിത നഗരം ഇതാകുന്നുവോ? സ്വന്ത കാൽ അതിനെ ദൂരത്ത് പ്രവാസം ചെയ്യുവാൻ വഹിച്ചുകൊണ്ടുപോകും. കിരീടം നൽകുന്നതും വർത്തകന്മാർ പ്രഭുക്കന്മാരും വ്യാപാരികൾ ഭൂമിയിലെ മഹാന്മാരുമായുള്ളതുമായ സോരിനെ കുറിച്ച് അത് നിർണയിച്ചതാർ? സകല മഹത്വത്തിൻ്റെയും ഗർവത്തെ അശുദ്ധമാക്കേണ്ടതിനും ഭൂമിയിലെ സകല മഹാന്മാരെയും അപമാനിക്കേണ്ടതിനും സൈന്യങ്ങളുടെ യഹോവ അത് നിർണയിച്ചിരിക്കുന്നു. തർശീശ് പുത്രിയെ, ഇനി ബന്ധനമില്ലായകയാൽ നീ നീലനദി പോലെ നിന്റെ ദേശത്തെ കവിഞ്ഞൊഴുകുക. അവൻ സമുദ്രത്തിന്മേൽ കൈനീട്ടി രാജ്യങ്ങളെ നടുക്കിയിരിക്കുന്നു. യഹോവ കനാനെക്കുറിച്ച് അതിൻ്റെ കോട്ടകളെ നശിപ്പിപ്പാൻ കൽപ്പന കൊടുത്തിരിക്കുന്നു. ബലാത്കാരം അനുഭവിച്ച കന്യകയായ സീദോൻ പുത്രി, ഇനി നീ ഉല്ലസിക്കയില്ല. എഴുന്നേറ്റ് കിത്തീമിലേക്ക് കടന്നുപോക, അവിടെയും നിനക്ക് സ്വസ്ഥത ഉണ്ടാകയില്ല എന്ന് അവൻ കൽപ്പിച്ചിരിക്കുന്നു. ഇതാ കൽദേരുടെ ദേശം, ഈ ജനം ഇല്ലാതെയായി. അശൂർ അതിനെ മരുമൃഗങ്ങൾക്കായി നിയമിച്ചു കളഞ്ഞു. അവർ തങ്ങളുടെ കാവൽ മാളികകളെ പണിത് അതിലെ അരമനകളെ ഇടിച്ച് അതിനെ ശൂന്യ കൂമ്പാരമാക്കി തീർത്തു. തർശീശ് കപ്പലുകളെ മുറയിടുവിൻ, നിങ്ങളുടെ കോട്ട ശൂന്യമായി പോയല്ലോ. അന്നാളിൽ സോർ ഒരു രാജാവിൻ്റെ കാലത്തിനൊത്ത 70 സംവത്സരത്തേക്ക് മറന്നുകിടക്കും. 70 സംവത്സരം കഴിഞ്ഞിട്ട് സോരിന് വേശ്യയുടെ പാട്ട് പോലെ സംഭവിക്കും. മറന്നുകിടന്നിരുന്ന വേശ്യയെ വീണയെടുത്ത് പട്ടണത്തിൽ ചുറ്റി നടക്ക. നിന്നെ ഓർമ്മ വരേണ്ടതിന് നല്ല രാഗം മീട്ടി വളരെ പാട്ടുപാടുക. 70 സംവത്സരം കഴിഞ്ഞിട്ട് യഹോവ സോരിനെ സന്ദർശിക്കും. അപ്പോൾ അത് തൻ്റെ ആദായത്തിനായി തിരിഞ്ഞ് ഭൂമിയിലെ സകല ലോകരാജ്യങ്ങളോടും വേശ്യാവൃത്തി ചെയ്യും. എന്നാൽ അതിൻ്റെ വ്യാപാരവും ആദായവും യഹോവയ്ക്ക് വിശുദ്ധമായിരിക്കും. അതിനെ നിക്ഷേപിക്കുകയോ സ്വരൂപിച്ചു വെക്കുകയോ ചെയ്യുകയില്ല. അതിൻ്റെ വ്യാപാരം യഹോവയുടെ സന്നിധിയിൽ വസിക്കുന്നവർക്കും മതിയായ ഭക്ഷണത്തിനും മോടിയുള്ള ഉടുപ്പിനുമായി ഉതകും.